നിങ്ങളിത് എന്തു ഭാവിച്ചാണ് ലാലേട്ടാ? പുരുഷത്വത്തിന് മാത്രം പ്രതീകമായിരുന്ന അഭിനയ സിംഗങ്ങളായിരുന്ന ആ ഒരു കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച നിങ്ങൾ തന്നെയാണോ ഇത്? ഒന്നും പറയുവാനില്ല. എനിക്ക് ആദ്യം കണ്ടപ്പോൾ അങ്ങനെ ദഹിച്ചില്ല എങ്കിലും നിങ്ങളുടെ പണി അഭിനയമാണല്ലോ. അത് നിങ്ങൾ കൃത്യമായി വൃത്തിയായി ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങളുടെ ഒരു ആർട്ട് ഫിലിം മാത്രം ഇന്നലെ മതിയായിരുന്നു ലാലേട്ടാ. മനോഹരമാക്കിയിരുന്നു. നമ്മുടെ ചിന്താഗതിയാണ് മാറേണ്ടത്. യാഥാസ്ഥികത ചിന്തകളെ പൊളിച്ചടക്കിക്കൊണ്ട് മോഹൻലാലിന്റെ ഒരു സ്ത്രൈണത ഭാവത്തിലുള്ള ഒരു ആർട്ട് ഫിലിം ഇറങ്ങുകയുണ്ടായി ഇന്നലെ. സോഷ്യൽ മീഡിയയെ അങ്ങോട്ട് കത്തിച്ചിരിക്കുകയാണ്. ഇത് വെറുതെ തള്ളുകയല്ലോ. കൃത്യമായി ഇന്ത്യയുടെ പല കോണിൽ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടുന്ന പല ന്യൂ ജനറേഷൻ പിള്ളേർ ഉൾപ്പെടുന്ന പല സോഷ്യൽ മീഡിയ പേജ് പോലും 65 വയസ്സ് കഴിഞ്ഞ് ഈ മനുഷ്യനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി മുഴുവനും ഇന്നലെ ചർച്ച ചെയ്തത് നോർത്ത് ഇന്ത്യൻ ലെജൻസ് അടക്കം മോഹൻലാലിനെ കുറിച്ചുള്ള ഈ ഒരു പരസ്യത്തെ കുറിച്ചുള്ള ഒരു വാർത്തകളായിരുന്നു. അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണോ എന്താണോ എന്നറിയില്ല. ഇത് കൃത്യമായി ഒരു വാനോളം പുകഴ്ത്തുകയാണ്. സോഷ്യൽ മീഡിയയെ അങ്ങോട്ട് തീയിട്ട് ഇന്നലത്തെ സിനിമാ മേഖലയിലെ വാർത്ത മോഹൻലാൽ തന്നെയായിരുന്നു. വെറുതെയല്ല ഈ മനുഷ്യരെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത്. ഒരു ഭാഗത്ത് ലെജൻഡറി ആക്ടറായ മമ്മൂട്ടി, മറുഭാഗത്ത് കംപ്ലീറ്റ് ആക്ടറായ മോഹൻലാൽ. അതെ, മലയാള സിനിമയുടെ വരദാനം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും എന്നുള്ളതിൽ ഞങ്ങൾ മലയാളികൾ മുഴുവനും ആഹ്ലാദിക്കുന്നു, അഭിമാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു വാർത്തയിലേക്ക് കടക്കാം. മോഹൻലാലും നമ്മുടെ പ്രകാശ് വർമ്മ അദ്ദേഹവും ചേർന്ന് സോഷ്യൽ മീഡിയക്ക് തീയിട്ടു എന്ന് പറഞ്ഞാൽ അതിശയോക്തി ഒന്നും പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു അതൊരു ആർട്ട് ഫിലിമിന്റെ ഒരു വാർത്തയാണിത്. അതായത് നിർവാണ ഫിലിംസിന്റെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രകാശ് വർമ്മ സംവിധാനം നിർവഹിച്ച ഒരു ജുവൽസിന്റെ പരസ്യത്തിൽ മോഹൻലാൽ അഭിനയിക്കുകയുണ്ടായി. യാതൊരു സ്ത്രീവേഷവും ഇല്ലാതെ ഒരു വികലമായ ഒരു ഇത് ചെയ്യാതെ കൃത്യമായി ഒരു കണ്ണുകൾ കൊണ്ടും അത് ബോഡി ലാംഗ്വേജ് കൊണ്ടും മോഹൻലാൽ ഒരു സ്ത്രൈണത കഥാപാത്രത്തെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ശരി തന്നെയാണ്. കാരണം ഇത് ഇത്ര ഇത് ആഘോഷമാക്കപ്പെടുമ്പോൾ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതെന്താണ് ഇത്ര വലിയ കാര്യമെന്ന്. അത് ആ ഒരു പരസ്യത്തിന്റെ കണ്ടന്റ് തന്നെയാണ്. മോഹൻലാൽ ഒരു സ്ത്രൈണത ഭാവത്തിലെത്തുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ഭാവങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണിലും മുഖത്തും ആ ഒരു ബോഡി ലാംഗ്വേജിലെല്ലാം മിന്നി മറയുന്നു. അഭിനയ കുലപതി, അഭിനയ ചക്രവർത്തി എന്നൊക്കെ മോഹൻലാൽ നാം വിശേഷിപ്പിക്കുന്നത് വെറുതെ ആവുന്നു എന്ന് തോന്നുന്നില്ല. അതായത് മോഹൻലാൽ എന്ന നടനെ ഒരു പത്രവാർത്തയുടെ ഒരു കടമെടുക്കുകയാണെങ്കിൽ ഇനിയും വായിക്കാനുള്ള ഒരുപാട് പേജുകളുള്ള ഒരു പുസ്തകം. അതായത് ഇനിയും ഒരുപാട് പേജുകൾ, നിങ്ങളുടെ അഭിനയ പേജുകൾ മുഴുവനും ഞങ്ങൾ വായിച്ചു തീർത്തിട്ടില്ല ലാലേട്ട എന്ന് വേണം പറയാൻ. പണ്ടുകയാണെങ്കിൽ ഏതൊരു പുരുഷന്റെ ഉള്ളിലും ഒരു സ്ത്രൈണത ഭാവം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പുറത്തു വരുവാൻ വേണ്ടി, അത് മുഖത്തും കണ്ണുകളിലും ഒരു അഭിനയമാണെങ്കിൽ കൂടി പുറത്തു വരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ആ ഒരു സ്ത്രൈണത ഭാവം പുറത്തു വരാൻ തന്നെ വളരെയേറെ കഷ്ടപ്പാടുണ്ട്. അതൊരു അഭിനയത്തിലാണെങ്കിൽ കൂടി പുറത്തു വരാൻ മനസ്സും മെയ്യും കണ്ണും എല്ലാവരും ഒന്നാകണമെന്നാണ് പലരും എഴുതി വെച്ചിരിക്കുന്നത്. ആ ഒരു ഭാവത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ലെജൻഡറി ആക്ടർ തന്നെയാണ് ലാലേട്ട. അതായത് മലയാളികളുടെ ഒരു കോസ്റ്റ്യൂം ഉണ്ടായില്ല, കണ്ണെഴുതി പൊട്ടും തൊട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്ത്രീ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു. ചെറിയൊരു നെക്ലസ് വെച്ചിട്ട് ആ ഒരു ഭാവം നിങ്ങളുടെ മിന്നിമറയുന്നത് കാണുമ്പോൾ തീർച്ചയായും അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ ചിന്താഗതികളാണ് മാറേണ്ടത്. പല കമന്റുകളും മോഹൻലാലെ ചീത്ത പറയുന്ന പല കമന്റുകളും കണ്ടു. പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് അദ്ദേഹത്തിന് ഒരു അഭിനയ ശേഷി മാറ്റുരയ്ക്കപ്പെടുകയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അതായത് അഭിനയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പലർക്കും പഠിക്കാനുള്ള ഒരു എൻസൈക്ലോപീഡിയ ആണെന്ന് തന്നെ പറയാം. നസീർ സാറ് അരങ്ങുവാണ്ടു, പിന്നീട് പല മഹാരഥന്മാരും അരങ്ങുവാണ്ടിരുന്ന ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ മോഹൻലാലെയും മമ്മൂട്ടിയെയും പോലുള്ള രണ്ട് താരങ്ങൾ നമ്മൾക്കുണ്ടെന്ന് പറയാൻ ഒരു ഇന്ത്യയിലെ ലോക സിനിമയ്ക്ക് തന്നെ മലയാളത്തിന്റെ പറ്റി പറയാവുന്ന ഒരു അഭിമാനമായ ഒരു കാര്യമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ തുടരും സിനിമയ്ക്ക് ശേഷം നമ്മുടെ പ്രകാശ് വർമ്മയും മോഹൻലാലും കൂടി സോഷ്യൽ മീഡിയ മാത്രമല്ല സിനിമാ ലോകം മുഴുവനും, അതൊരു ആർട്ട് ഫിലിം ആയിക്കോട്ടെ, സിനിമാ ലോകം മുഴുവനും ഒരു കത്തിക്കുന്ന വാർത്തയാണ്, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള വാർത്തകൾക്ക് വേണ്ടി മാത്രമാണ് ഇടം നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും പറയുവാനില്ല.
അതായത് നമ്മുടെ ഒരു യാഥാസ്ഥികതയുടെ അതിർവരമ്പുകളൊക്കെ മാറ്റിവെക്കേണ്ട സമയമായി. മോഹൻലാൽ ആ ഒരു അഭിനയമാണ് അദ്ദേഹത്തിന്റെ ജോലി. അതുകൊണ്ട് ആ ഒരു അത്തരത്തിലുള്ള രീതിയിലാണ് അദ്ദേഹം ആ ജോലി വൃത്തിയായി ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാനുള്ള കാരണം, പ്രത്യേകിച്ചുള്ള കാരണം എന്ന് പറയുമ്പോൾ, ഇതിൽ പല നല്ല നല്ല ആഗോളതലത്തിൽ ഇന്ത്യയിൽ മുഴുവൻ എന്ന് പറയുന്നതാണ് ശരി, ഇന്ത്യയിൽ മുഴുവനും പ്രശംസ നേടുമ്പോൾ പലരും ഇതിനെ വിമർശിക്കുന്നത് കണ്ടു. ആ ഒരു വിമർശനം അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ എങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ഇത് അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ നിന്നുള്ള, അതായത് ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു പുരുഷ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കഥാപാത്രങ്ങൾ മാത്രം ചെയ്താൽ പോരാ, അഭിനയം ഏതു രീതിയിലും ഒരു കംപ്ലീറ്റ് ആയി അഭിനയിക്കാനുള്ള ഒരു കഴിവ് വേണമെന്നാണ് എൻ്റെ ഒരു പക്ഷം. ചിലപ്പോൾ എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണിത്. കമലദളം, വാനപ്രസ്ഥം, സദയം, അതേപോലുള്ള ഒരു സിനിമകളിൽ, അതേപോലെ തന്നെ രാജശില്പി, ഒരു നടന വിസ്മയം മോഹൻലാലിനെ നാം കണ്ടു. പിന്നീടുള്ള പല സിനിമകൾ എടുത്തു പറയുകയാണെങ്കിൽ എണ്ണിയാൽ തീരില്ല മോഹൻലാലിനെ നാം കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭാവഭേദങ്ങൾ മിന്നിമറിഞ്ഞ ഒരു ആർട്ട് ഫിലിം തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നതായിരിക്കും ശരി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോയിൽ ഉണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളൊക്കെ നിങ്ങൾ ഏറ്റക്കുറച്ചിലൊക്കെ ഒന്ന് ശ്രമിക്കുക. ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തു പോയത് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വാർത്ത നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും ലാലേട്ടന്റെ ആ ഒരു അഭിനയ ശൈലി, അതിനോടുള്ള എനിക്കുണ്ടായ ഒരു ഇഷ്ടം നിങ്ങളോട് പ്രകടിപ്പിക്കണമെന്ന് മാത്രം കരുതിയിട്ടാണ്. ചിലർക്ക് തോന്നുന്നുണ്ടാകാം ഇത് ഇത്ര വലിയ പൊലിപ്പിച്ച് കാണിക്കാനോ തള്ളുവാനോ ഒന്നുമില്ലെന്ന്. ചെറിയൊരു കാര്യം നിങ്ങളുടെ മുൻപിൽ പറയുവാൻ എനിക്കൊരു കൊച്ചു ചാനലേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ്. ഞാനൊരു ചെയ്തൊരു പാകമായി തോന്നുകയാണ്, നിങ്ങൾ ക്ഷമിക്കണം. ഞാനൊരു മോഹൻലാൽ ആരാധകൻ മാത്രമല്ല, സിനിമയെ സ്നേഹിക്കുന്ന, മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന, സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന, എല്ലാ സിനിമയെ സ്നേഹിക്കുന്ന ഒരു ആരാധകൻ തന്നെയാണ്, അതല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ. അതുകൊണ്ട് മാത്രമാണ് ഇത്തരം വാർത്തകൾ നിങ്ങളോട് മുമ്പിൽ വന്ന് പറയുന്നത്. വീണ്ടും പറയുന്നു, നമ്മുടെ ചാനലിൽ റീസെന്റ് ആയ ന്യൂസ് അപ്ഡേറ്റ്, സമകാലീന വാർത്തകൾ, എല്ലാ ഇൻഫർമേറ്റീവ് വീഡിയോസ് കഴിയുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നിങ്ങളോട് കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും ബൈ.